ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഭാഗങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം. 3rd പാർട്ടാണ്, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ 2 പാർട്ടിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിനി പറയുന്ന ഭാഗം റെസിസ്റ്റൻസ് അഗെയിനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് അഗെയിനിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ്, ഇതാണ് നമ്മൾ പറയുന്ന ഭാഗം. ഓക്കെ, ദ എക്കണോമിക് പോളിസീസ് ഓഫ് ദ ബ്രിട്ടീഷ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് വേരിയസ് സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. അപ്പം ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക നയവും അതെങ്ങനെയാണ് ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഫാമേഴ്സും അതുപോലെ തന്നെ കരകൗശല തൊഴിലാളികളൊക്കെ അനുഭവിച്ച അവരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾ ഒരുപാട് തരത്തിൽ ഇവരുടെ സാമ്പത്തിക നയം കൊണ്ട് പൊറുതിമുട്ടിയിട്ടുണ്ടായിരുന്നു. പീപ്പിൾ റൈഡഡ് അഗെയിൻസ്റ്റ് ദം. അപ്പം ജനങ്ങൾ അതിനെതിരെ എന്തുണ്ടാക്കി? കലാപം തുടങ്ങി. സോ ലെറ്റ്സ് ഗെറ്റ് ടു നോ ഓഫ് സച്ച് റൈഡ്സ്. അപ്പം നമ്മൾ ആ കാലഘട്ടത്തിൽ ഇതിനെതിരെ നടന്ന കലാപങ്ങളെക്കുറിച്ചാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറഞ്ഞ നോവലിലെ ഒരു ബംഗാളി നോവലാണ്, ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലാണ്. ആ നോവലിലെ കുറച്ച് ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 17 കാണുന്നില്ലേ മക്കളെ? യെസ്. സമ്മർ ഇൻ 1773, പദച്ചിന്ന, എ വില്ലേജ് ഇൻ ബംഗാൾ, when it rained, the people felt comforted and rejoiced. അതായത് 1773 ഒരു സമ്മറിലാണ്. സമ്മർ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താണ്. ഓക്കെ, 1773 ഒരു വേനൽക്കാലത്ത് പദച്ചിന്ന വില്ലേജ് ഇൻ ബംഗാളിലെ പദച്ചിന്ന ഗ്രാമത്തിൽ വെൻ ഇറ്റ് റെയിൻഡ് ദ പീപ്പിൾ ഫെൽറ്റ് കംഫർട്ടഡ് ആൻഡ് റിജോയ്സ്ഡ് ബട്ട് ദ റെയിൻ സഡൻലി സ്റ്റോപ്പ്ഡ്. അപ്പം മഴ പെയ്തപ്പോൾ വേനൽക്കാലത്ത് ആ സമയത്ത് മഴ പെയ്ത സമയത്ത് അവിടുത്തെ ബംഗാളിലെ പദച്ചിന്ന ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ വളരെയധികം സന്തോഷിച്ചു. അതുപോലെ കംഫർട്ടഡ് പറഞ്ഞാൽ ആശ്വസിക്കുക, അതുപോലെ തന്നെ സന്തോഷിക്കുകയും കൂടി ചെയ്തു. ഓക്കെ, പക്ഷേ പെട്ടെന്ന് തന്നെ മഴ നിന്നും പോയി. ഓക്കെ, നോക്കുക. The crops dried up, there was famine, the government did not stop collecting tax. അപ്പോൾ മഴയൊക്കെ നിന്നു, അപ്പോൾ അവിടുത്തെ വിളകളൊക്കെ ഉണങ്ങി. അപ്പോൾ ഫാമീൻ, ക്ഷാമം ഉണ്ടായി, നാട്ടിലൊക്കെ ക്ഷാമം ഉണ്ടായി. ഓക്കെ, പക്ഷേ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടില്ല? നികുതി പിരിക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ല. ഓക്കെ, they ran around collecting taxes and arrears in a compulsory fashion. Bengal went through miserable phase. അപ്പം ഇവരെന്താണ്? നികുതി കുടിശ്ശികയടക്കം എന്ത് ചെയ്യാൻ തുടങ്ങി? നിർബന്ധമായിട്ടും പിരിക്കാൻ വേണ്ടി അവിടെ ഉള്ളവർ ഈ അധികാരികൾ ഓടി നടന്നു. അങ്ങനെ ബംഗാളിൻ്റെ അവസ്ഥ ദയനീയമായിപ്പോയി എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. പീപ്പിൾ സഫേർഡ്, ദേ സോൾഡ് ദെയർ കാറ്റിൽ, then they sold their tools used for agriculture, they even sold the seeds, then their jewelry and utensils. Some had to even remove the doors of their house and sell them. After all, human beings have no value in the market, therefore nobody could sell them in the market. അപ്പോൾ നികുതി അടക്കാൻ വേണ്ടി അവരിങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ജനങ്ങൾ എന്താണ്? ഒരുപാട് സഫേർഡ്, കഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? കാറ്റിൽസിനെ വിറ്റു, കന്നുകാലികളെ വിറ്റു. ദേ സോൾഡ് ദ ടൂൾസ്, അവർക്ക് കൃഷിക്ക് ആവശ്യമായ അവരുടെ ആയുധങ്ങൾ വിറ്റു. പിന്നെ സീഡ്സ്, അല്ലേ, ഈ സീഡ്സ് നമ്മൾ വിത്ത് വിൽക്കേണ്ടി വന്നു. പിന്നെ അവരുടെ ജ്വല്ലറി, അല്ലേ, അവരൊക്കെ ഉണ്ടായ ഓർണമെൻറ്റ്സും വീട്ടിലെ പാത്രങ്ങളും ഇതൊക്കെ വിൽക്കേണ്ടി വന്നു. സം ഹാഡ് ടു ഈവൻ റിമൂവ് ദ ഡോർസ് ഓഫ് ദർ ഹൗസ് ആൻഡ് സെൽ ദം. അപ്പോൾ എന്താണ്? ഈ വീടിൻ്റെ വാതിൽ വരെ പൊളിച്ചിട്ട് വിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വിൽക്കാൻ പറ്റാതായത് മനുഷ്യരെ മാത്രമാണ്. ബിക്കോസ് എന്താണ്? മനുഷ്യർക്ക് ഒരു വിലയും നൽകുന്നുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഓക്കെ, അതാണ് സെക്കൻഡ് പാരഗ്രാഫ്. ദ വില്ലേജസ് പ്ലക്ഡ് ദ ഗ്രാസ് ലീവ്സ് ആൻഡ് ഡഗ് അപ്പ് ട്യൂബേഴ്സ് ആൻഡ് ate them. They even satisfied their hunger by eating rats, cats and dogs. ഓക്കെ, അവർ നോക്കുക, ഗ്രാമീണർക്ക് എന്താ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. അപ്പം വില്ലേജസ് എന്ത് ചെയ്യാണ്? പുല്ലുകൾ, ഇലകൾ, കിഴങ്ങ് കിട്ടുന്നതൊക്കെ പറിച്ച് തിന്നാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്തിനൊക്കെ തിന്നുന്ന പറഞ്ഞാൽ ദേ ഈവൻ സാറ്റിസ്ഫൈഡ് ദെയർ ഹങ്കർ ബൈ ഈറ്റിംഗ് റാറ്റ്സ്, എലികൾ, ക്യാറ്റ്സ്, പൂച്ചകൾ ആൻഡ് ഡോഗ്സ്. ഓക്കെ, ആ പൂച്ചകളെയും എലികളെയും നായ്ക്കളെയും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവർ കൊന്നു തിന്നാൻ തുടങ്ങി. ഡിസീസ് സ്പ്രെഡ്, ഫീവർ, പ്ലാഗ് ആൻഡ് സ്മോൾ പോക്സ് സ്പ്രെഡ് ലൈക്ക് ദ വൈൽഡ് വിൻഡ്. അപ്പോൾ ഇത്തരത്തിലുള്ളതാവാം പനിയും അതുപോലെ തന്നെ പ്ലേഗും പിന്നെ സ്മോൾ പോക്സ്, വസൂരിയൊക്കെ
വിൻഡ് പോലെ, കാറ്റ് പോലെ അവിടെയൊക്കെ പടർന്നു പിടിച്ചു. ദർ വാസ് നോ വൺ ടു ടേക്ക് കെയർ ഓഫ് ദ സിക്ക് ഓർ ഈവൺ ബറി ദ ഡെഡ്. അപ്പോൾ എന്താണ്, ഇവരെ ശുശ്രൂഷിക്കാൻ ആളില്ല, മരിച്ച ബോഡി എന്താ ചെയ്യാൻ, അടക്കം ചെയ്യാൻ ആളില്ല. എന്തായി, നെക്സ്റ്റ് നോക്കുക, ഡെഡ് ബോഡീസ് വർ ലെഫ്റ്റ് ടു റോട്ട് ഇൻ ഹൗസസ്. അപ്പം വീട്ടിൽ ഈ ശവങ്ങൾ ചീഞ്ഞ് നാറുന്ന അവസ്ഥയിലേക്ക് അവിടുത്തെ ഗ്രാമം പതിച്ചു എന്നാണ് പറയുന്നത്. ഇതാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം ആ ബംഗാളിലെ ജനങ്ങൾ ആ സമയത്ത് അനുഭവിച്ച ദുരിതങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. The East India Company made no effort to solve the problems of famine in Bengal. Hence, the poor peasants and laborers fought against the British and the revolt was supported by sannyasis. നോക്കുക, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തില്ല, ഈ പ്രശ്നം ബംഗാളിലെ ഈ പ്രശ്നം ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമവും തന്നെ നടപ്പിലാക്കിയില്ല. അപ്പോൾ ഹെൻസ് ദ പുവർ പെസൻസ് ആൻഡ് ലേബേഴ്സ് ഫോട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് ദിസ് റിവോൾട്ട് വാസ് സപ്പോർട്ടഡ് ബൈ സന്യാസീസ്. അപ്പോൾ എന്താണ്, അപ്പോൾ അവിടുത്തെ ദരിദ്രരായ ജനങ്ങൾ എന്ത് ചെയ്തു, തൊഴിലാളികളും ജനങ്ങളൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. അതിന് ആരുടെ സപ്പോർട്ട് കൂടി കിട്ടി, സന്യാസിമാരുടെ പിന്തുണയും കൂടി അതിനുണ്ടായിരുന്നു. സോ ദീസ് ആർ നോൺ ആസ് സന്യാസി റെബല്യൺ. അതുകൊണ്ട് തന്നെ ഇതെന്ത് പേരിൽ അറിയപ്പെടുന്നു, സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അണ്ടർലൈൻ ചെയ്ത് വെക്കണേ മക്കളെ, സന്യാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ നോക്കുക, അലോങ് വിത്ത് ദ സന്യാസീസ് ദ ഫക്കീസ് ഓൾസോ ജോയിൻ ദ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആൻഡ് സോ ദ റിവോൾട്ട് ഈസ് ഓൾസോ കോൾഡ് ദ സന്യാസി ഫക്കീർ റെബല്യൺ. അപ്പം സന്യാസിമാരോട് കൂടെ തന്നെ ഫക്കീർമാരും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ ഈ കലാപത്തിൽ ചേർന്നു. അപ്പോൾ എന്താണ്, ഈ കലാപം മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു, എന്താണ്, സന്യാസി ഫക്കീർ കലാപം എന്ന പേരിലും കൂടി ഇതറിയപ്പെടുന്നു. ഓക്കെ, ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേര് കൂടി ഒന്ന് നോക്കി വെക്കുക. ഭവാനി പതക്, എന്താണ്, ഭവാനി പതക്, മജ്നു ഷാ ലെഡ് ദ സന്യാസി ഫക്കീർ റെബല്യൺ. അപ്പോൾ ഈ സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ്, ഭവാനി പതക്കും മജ്നു ഷാ. ഓക്കെ, എന്താണ് സന്യാസി റെബല്യൺ, സന്യാസി ഫക്കീർ റെബല്യൺ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ഈ നേതൃത്വം കൊടുത്ത രണ്ടാൾക്കാർ എന്തുകൊണ്ടാണ് ഈ കലാപം ഉണ്ടായത്. മനസ്സിലായില്ല മക്കളെ, അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫ്രം അഗ്രികൾച്ചർ ടു റെബല്യൺ ആണ്, കൃഷിയിൽ നിന്ന് കലാപത്തിലേക്ക് എന്നുള്ള ഭാഗമാണ്. നോക്കുക, ദ നീലം പെസന്റ് റിവോൾട്ട് 1859 ഇൻ ബംഗാൾ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഗ്രേറിയൻ റിവോൾട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ. ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അഗ്രേറിയൻ റിവോൾട്ട്, ഏറ്റവും വലിയ കാർഷിക കലാപം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപം എന്ന് പറയുന്നത് 1859 നീലം പെസന്റ് റിവോൾട്ടാണ്, ബംഗാളിൽ നടന്നതാണ്. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതിലേക്ക് നയിച്ച സർക്കംസ്റ്റാൻസസ്, സാഹചര്യങ്ങൾ എന്താണെന്നാണ് തൊട്ട് താഴെ പറയുന്നത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കുക, ദ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ്, ഇൻഡിഗോ പ്ലാന്റേഴ്സ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു കൾട്ടിവേറ്റ് ദ ഇൻഡിഗോ പ്ലാന്റ്, അമരി പ്ലാന്റ് ഫോർ ദ ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ വില്ലേജസ്. ഈ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സ് ഇല്ലെങ്കിൽ ഇൻഡിഗോ പ്ലാന്റേഴ്സ്, ഈ ബ്രിട്ടീഷ് തോട്ടക്കാരൻ എന്ത് ചെയ്യാണ്, ഗ്രാമത്തിലുള്ള ജനങ്ങളോട് പറയാണ്, അല്ലെങ്കിൽ അവിടുത്തെ കർഷകരോട് ഫോഴ്സ് ചെയ്ത് പറയാണ്, അവർക്ക് അവിടെ നിർമ്മിച്ചിട്ടുള്ള ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള അമരി പ്ലാന്റ് കൃഷി ചെയ്യണം. ഓക്കെ, അവരവിടെ ഫാക്ടറി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും കൃഷി ചെയ്യാൻ പാടില്ല, അമരി പ്ലാന്റ്സ് ഫാക്ടറിക്ക് ആവശ്യമുള്ളതാണ്, അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇവരെ ഫോഴ്സ് ചെയ്യണം അവിടുത്തെ കർഷകരെ. ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. നെക്സ്റ്റ് പറയാണ്, അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡിഗോ അഥവാ നീലം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം ഇൻഡിഗോ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ അമരി പ്ലാന്റ് കുഡ് ബി സോൾഡ് ഓൺലി ടു ദ ബ്രിട്ടീഷ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. തേർഡ് പോയിന്റ് നോക്കിയേ, the British paid less than the market price for the indigo to the farmers. അപ്പം നീലത്തിന് മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവുമല്ലോ, ഒരു കമ്പോള വില ഉണ്ടാവും. പക്ഷേങ്കിൽ ഇവർക്ക് വേറെ എവിടെയും വിൽക്കാൻ പറ്റില്ല, ബ്രിട്ടീഷുകാർക്കേ വിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന പ്രൈസിനേക്കാൾ താഴ്ന്ന വിലയെ ബ്രിട്ടീഷുകാർ ആർക്ക് കൊടുത്തിട്ടുള്ളൂ, കർഷകർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇറ്റ് ലെഡ് ടു സെവിയർ ഫുഡ് ഷോർട്ടേജ്, എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്സ്. അപ്പം ഇതെന്താണ്, ഇവർക്ക് വിചാരിച്ച ഈ കർഷകർ കൃഷി ചെയ്തതിൻ്റെ കറക്റ്റ് അവർക്ക് ആവശ്യമായ പണമൊന്നും ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇറ്റ് ലെഡ് ടു സെവിയർ ഫുഡ് ഷോർട്ടേജ്, വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്നു. ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് എക്കണോമിക് ഹാർഡ്ഷിപ്സ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതുപോലെ ഇവർ ചൂഷണത്തിനൊക്കെ ഇരയാവുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടാവുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, വിത്ത് ദ ഡിസ്കവറി ഓഫ് ആർട്ടിഫിഷ്യൽ ഡൈസ് ദ ഡിമാൻഡ് ഓഫ് ദ ഇൻഡിഗോ ഡിക്രീസ്ഡ് ആൻഡ് പോവർട്ടി ഇൻക്രീസ്ഡ്. അപ്പം അതാണ് ആർട്ടിഫിഷ്യൽ ഡൈ, അത് കൃത്രിമ ചായം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഈ കൃത്രിമ ചായം വന്ന സമയത്ത് ഈ കർഷകർ കൃഷി ചെയ്തുണ്ടാക്കിയ ഇൻഡിഗോയ്ക്ക്, അമരിച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡിഗോയ്ക്ക്, നീലത്തിന് ഒരു ഡിമാൻഡും ഇല്ലാണ്ടായി.
Okay, left with no other option, the peasants turned to the path of അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പം വേറെ വഴിയൊന്നുമില്ല, കൃത്രിമച്ചായം വരുന്നു, നീലത്തിൻ്റെ ആവശ്യം കുറഞ്ഞു വരുന്നു, ഇവരെ കൊണ്ട് നിർബന്ധിച്ച് നീലം കൃഷി ചെയ്യിക്കുന്നു. അപ്പോൾ വേറെ വഴിയില്ലാതെ ഇവർ കർഷക പ്രക്ഷോഭത്തിലേക്ക് തിരിയുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പഠിക്കേണ്ട 5 പോയിൻറ്റ്സ്. മനസ്സിലായില്ല മക്കളെ? ഇറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ് ദ റിവോൾട്ട് സ്റ്റാർട്ടഡ്. അപ്പോൾ നോക്കാം, ഈ കലാപം ആരംഭിച്ചത് എന്ന് പറയുന്നത് 2 പേരുടെ നേതൃത്വത്തിലാണ്, ദിഗംബർ വിശ്വാസും വിഷ്ണു വിശ്വാസും. ഓക്കെ, ആരുടെ നേതൃത്വത്തിലാണ്? ദിഗംബർ വിശ്വാസ് ആൻഡ് വിഷ്ണു വിശ്വാസ്. ഓക്കെ, ദെൻ as raids spread across Bengal, the farmers abandoned their indigo cultivation. Indigo factories were then attacked. When the farmers' resistance became strong, planters closed down the factories and indigo cultivation almost disappeared from Bengal. അപ്പം കർഷകർ നല്ല ശക്തമായിട്ട് കലാപം ഉണ്ടാക്കി. ആ കലാപത്തോടുകൂടി കർഷകർ എന്ത് ചെയ്യാണ്? നീലം കൃഷി അങ്ങ് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ അതിന് കൂടാതെ ഇവരെന്ത് ചെയ്യാണ്? അവിടുത്തെ ഫാക്ടറികൾ ആക്രമിച്ചു. അപ്പോൾ ഫാക്ടറികളൊക്കെ ആക്രമിക്കുകയും ഈ പ്രതിഷേധം ശക്തമാവുകയും ചെയ്തപ്പോൾ എന്താണ്, ഈ പ്ലാന്റേഴ്സ്, തോട്ടക്കാർ എന്ത് ചെയ്യാണ്? ഫാക്ടറിയൊക്കെ അടച്ചുപൂട്ടി. അങ്ങനെ ബംഗാളിൽ നീലം കൃഷി ഡിസപ്പിയറായി, ഇല്ലാണ്ടായി. ഓക്കെ, ഇതാണ് നമ്മൾ നീലം കർഷകരുടെ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നീലം പെസന്റ് റിവോൾട്ട് ഫ്രം ദ അഗ്രികൾച്ചർ ടു റെബല്യൻ എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യം ഓർക്കേണ്ടത് നീലം പെസന്റ് റിവോൾട്ട് ഏത് വർഷമാണ്? 1859. പിന്നെ അതിനുണ്ടായ സാഹചര്യം, ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്, അതിനുശേഷം എന്താണ് സംഭവിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? നമ്മുടെ പേജ് നമ്പർ 18 തന്നെ വന്ദേമാതരം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കാണാം. നമുക്ക് ഒരു ചെറിയൊരു കോളമുണ്ട്. നമ്മളതും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അവർ നാഷണൽ സോങ് ഈസ് ടേക്കൺ ഫ്രം ദ നോവൽ ആനന്ദമഠ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇൻ ബംഗാളി ഇൻ 1882. അപ്പോൾ നമ്മൾ ആനന്ദമഠത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആനന്ദമഠ് എന്ന് പറഞ്ഞാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിൽ 1882 അത് രചിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിട്ടുള്ളതെന്ന് പറയാം. വന്ദേമാതരം ഈസ് മെൻഷൻഡ് ഇൻ ദ നോവൽ ആസ് എ സോങ് സങ് ബൈ ദ ക്യാരക്ടർ ഭാവനന്ദൻ. ഓക്കെ, അപ്പോൾ നോക്കുക, ഭാവനന്ദൻ എന്നൊരു കഥാപാത്രം ഈ നോവലിൽ ആ ഗാനം ആലപിക്കുന്നതായിട്ടാണ് ഈ വന്ദേമാതരത്തെ ഈ നോവലിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വന്ദേമാതരം ഏത് നോവൽ? വന്ദേമാതരം അഥവാ നമ്മുടെ ദേശീയ ഗീതം ഏത് നോവലിൽ നിന്നാണ്? 1882 ബംഗാളി ഭാഷയിൽ രചിച്ച ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠ് എന്ന നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഇത് പിന്നീടായാലും നമുക്ക് ആവശ്യം വരുന്ന കാര്യങ്ങളാണ്. PSC ഒക്കെ എഴുതുന്ന സമയത്തൊക്കെ നമുക്ക് ചോദ്യങ്ങളിലൊക്കെ വൺ വേർഡൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നീൽ ദർപ്പൺ ദ ഇൻഡിഗോ പ്ലാന്റിംഗ് മിറർ എന്ന് കാണാം അല്ലേ. നീൽ ദർപ്പൺ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി കാണാം. എന്താണ് നീൽ ദർപ്പൺ? ഈസ് എ പ്ലേ റിട്ടൺ ബൈ ദീനബന്ധു മിത്ര ഇൻ 1860 ബേസ്ഡ് ഓൺ ദ മിസറീസ് ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ. അപ്പം ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങൾ അവരനുഭവിച്ച ദുരിതങ്ങളെ ആസ്പദമാക്കിയിട്ട് ദീനബന്ധു മിത്ര 1860 രചിച്ചൊരു നാടകമാണ് എന്ത്? നീൽ ദർപ്പൺ. ഓക്കെ, ആ നാടകത്തിൻ്റെ പേരും ഓഥറിൻ്റെ പേരും ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന വെൻ ദ ഫോറസ്റ്റ് വോക്കപ്പ് എന്നുള്ള ഭാഗമാണ്. വെൻ ദ ഫോറസ്റ്റ് വോക്കപ്പ് നമ്മൾ ഓൾറെഡി കർഷക കലാപം പറഞ്ഞു. നമ്മൾ എങ്ങോട്ടാണ്? ഫോറസ്റ്റ് വോക്കപ്പ്, കാടുണർന്നപ്പോൾ എന്നുള്ള ഭാഗത്തിലാണ് നോക്കുന്നത്. ഇവിടെ ബിപിൻ ചന്ദ്ര അതായത് ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് അതിലൊരു കുറിപ്പാണ്, ഒരു നോട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ആ നോട്ടിൽ പറയുന്നത് ഈ സാന്താൾ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സാന്താൾ ട്രൈബൽ പീപ്പിൾസിൻ്റെ ധൈര്യത്തെക്കുറിച്ച്, ബ്രേവറിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗമാണ്. വായിച്ചിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, ദ സാന്താൾസ് ഡിസ്പ്ലേഡ് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് കറേജ്. ദേ ഡിഡ് നോട്ട് വാണ്ട് ടു സറണ്ടർ ഈവൻ ദോ ദേ ഡിഡ് നോട്ട് നോ വെൻ ദേ വുഡ് ബി കോട്ട് ആൻഡ് കിൽഡ്. അപ്പോൾ ഏറ്റവും സാഹസികമായ ധൈര്യം കാണിച്ച ഒരു വിഭാഗമായിരുന്നു ആര്? സാന്താളുകൾ. ഓക്കെ, അവർക്ക് ഈ യുദ്ധം ചെയ്യുന്നതിൽ ബ്രിട്ടീഷുകാരോട് പോരാടുന്ന സമയത്ത് എപ്പോൾ പിടിക്കപ്പെടുമെന്നോ ഇല്ലെങ്കിൽ ഒരു ദിവസം പിടിക്കപ്പെട്ടിട്ട് അവർ കൊല്ലപ്പെടുമെന്നോ ഒക്കെ അവർക്കറിയാം. പക്ഷേങ്കിൽ അവരെന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും സറണ്ടർ ആവാൻ വേണ്ടിയിട്ട്, കീഴടങ്ങാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിരുന്നില്ല. Once 45 Santals took shelter in a mud hut and fought against the British soldiers. The British soldiers fired indiscriminately at the hut.
Each time the Sandals responded with arrows. When the soldiers finally stopped firing and entered the hut, they found only one old man alive, and a soldier asked him to surrender. Then the old man rushed and cut him down his axe. അപ്പോൾ നോക്കാം, ബ്രിട്ടീഷുകാർ ഒരിക്കൽ ഒരു ഹട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കൂട്ടിൽ ഏകദേശം ഒരു 45 സന്താളുകൾ അഭയം തേടിയിരിക്കുന്ന ഒരു മൺകുടിലേക്ക് ഇവരെന്ത് ചെയ്തു, തുരിതരാ വെടിവെക്കാണ്. ഒരു ഇതുമില്ലാതെ ഇൻഡിസ്ക്രിമിനേറ്റ്ലി ഫയർ ചെയ്യാണ്. ഓക്കെ, അപ്പം ആ ഓരോ അങ്ങോട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഇവർ തിരിച്ചെന്ത് ചെയ്യാണ്, ആരോസ് അമ്പ് അല്ലെങ്കിൽ അമ്പ് ചെയ്യുക, തിരിച്ച് ഇങ്ങോട്ട് അമ്പ് ചെയ്തിട്ട് അവരുടെ മറുപടി കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് അമ്പൊക്കെ ഇങ്ങോട്ട് വന്ന് കുറഞ്ഞു. അപ്പോൾ വെടിവെക്കലൊക്കെ നിർത്തിയിട്ട് പട്ടാളക്കാർ എങ്ങോട്ട് പോയി, ഈ കുടിലേക്ക് പോവാണ്. ആ കുടിലിൽ പോകുന്ന സമയത്ത് when the soldiers finally stopped firing and entered the hut, they found only one man alive. ഒരാളാണ് അവിടെ ജീവനോടെ കാണാനായത്. ഒരു വൃദ്ധനാണ്, ടോർച്ച് പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഓക്കെ, ആൻഡ് സോൾജർ ആസ്ക്ഡ് ഹിം ടു സറണ്ടർ. സോൾജർ എന്ന് പറഞ്ഞ അയാളോട് കീഴടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേങ്കിൽ എന്താണ്, ആ പറഞ്ഞ സമയത്ത് ആ വൃദ്ധൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു മഴ ഉണ്ടായിരുന്നു. ദ ഓൾഡ് മാൻ റഷ്ഡ് ആൻഡ് കട്ട് ഹിം ഡൗൺ വിത്ത് ഹിസ് ആക്സ്. ആ ആക്സ് കൊണ്ട് അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തി എന്നാണ് കീഴടങ്ങാൻ പറയുന്ന സമയത്ത്. ഓക്കെ, ഇത് കാണിക്കുന്നത് ഈ സന്താൾ ജനതയുടെ അവരുടെ ബ്രേവറി അല്ലെങ്കിൽ ധൈര്യത്തെ കാണിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അബവ് ഇസ് ദ നോട്ട് that shows the bravery of the Sandal tribal people who why do you think the Sandal people fought against the British? അപ്പം ഇത്രയും ഭാഗം പറഞ്ഞ് നമ്മളോട് ചോദിക്കുകയാണ്, എന്തിനായിരിക്കും സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയേ? അപ്പോൾ ഇനി എന്തിനാണ് സാന്താൾ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയെന്ന് നമുക്ക് നോക്കണം. They are tribal people who migrated to the Rajmahal Hills in Bengal province in the 18th century. അപ്പം നോക്കുക, ഏത് നൂറ്റാണ്ടിലാണ്? 18ാം നൂറ്റാണ്ടിൽ കുടിയേറിപ്പാർത്തൊരു ഗോത്രയോ എങ്ങോട്ടാണ് കുടിയേറിപ്പാർത്തത്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറിപ്പാർത്ത ഒരു ട്രൈബൽ, ഒരു ഗോത്ര വിഭാഗമായിരുന്നു ആര്? സാന്താൾമാർ. ഓക്കെ, അപ്പോൾ ലാൻഡ് ലോഡ്സ് അൺജസ്റ്റ്ലി എക്സ്റ്റോർട്ടഡ് ആൻഡ് യൂഷ്വസ് ലെൻ മണി ആൻഡ് സ്നാച്ച്ഡ് ദെയർ ഗ്രെയിൻ ആൻഡ് ഫോറസ്റ്റ് റിസോഴ്സസ് ഇൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്തു, അവിടുത്തെ ഭൂവുടങ്ങൾ ഇവരിൽ നിന്ന് അന്യായമായിട്ട് കരം പിരിച്ചു. അതുപോലെ തന്നെ കൊള്ളപ്പലിശക്കാരെന്ത് ചെയ്യും, ഇവർക്ക് കടം കൊടുക്കും. എന്നിട്ട് ഇവരെ കയ്യിലുള്ള വനവിഭവങ്ങളും ധാന്യങ്ങളൊക്കെ അവർ തട്ടിയെടുക്കും. ഓക്കെ, അപ്പോൾ ഇവർ ഈ പറഞ്ഞ സാന്താൾമാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഗോത്ര വിഭാഗം എന്ന് പറയുമ്പോൾ അവർ വനമായിട്ടും അതുപോലെ തന്നെ മണ്ണുമായിട്ടും അഗാധമായിട്ടുള്ള ബന്ധമുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ഇതൊക്കെ ഈ ലാൻഡ് ലോഡ്സൊക്കെ ചെയ്തത് ആരുടെ സപ്പോർട്ടാണെന്ന് നോക്കുക. ഓൾ ദിസ് വാസ് ഡൺ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെയാണ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്താ? നികുതി പിരിക്കുക, സമ്പത്ത് കൂട്ടുക, സൈനിക ശക്തി കൂട്ടുക, ഇവിടെ ഇതെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഹാഡ് നോ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾസ് റിലേഷൻഷിപ്പ് വിത്ത് ദ ലാൻഡ്, സോ ദിസ് മിയർലി ആസ് മീൻസ് ടു ഇൻക്രീസ് ടാക്സ് റവന്യൂ. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമാണ്, ഭൂമിയായിട്ടുള്ള ഈ ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ചൊന്നും അവർക്കൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്കെല്ലാം ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമായിരുന്നു. പക്ഷേങ്കിൽ ഇവരെടുത്തുനിന്ന് ഇത്തരത്തിലുള്ള വനവിഭവങ്ങളും അവരുടെ ധാന്യങ്ങൾ ഇതൊക്കെ ഇവർ പിടിച്ചെടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാന്താൾ ജനത എന്ത് ചെയ്യാണ്? സെക്കൻഡ് പാരഗ്രാഫ് നോക്കുക. ദ സാന്താൾസ് ലോഞ്ച്ഡ് ദെയർ സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ 1855 ബൈ മൊബിലൈസിങ് ദെയർ ട്രൈബൽ പീപ്പിൾ അഗെയിൻസ്റ്റ് ദ ഇൻജസ്റ്റിസ് ദേ ഫേസ്ഡ്. അപ്പം അവർ ഈ സാന്താൾ ജനത നേരിട്ട ഈ അനീതിക്കെതിരെ അവരുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ ആ ട്രൈബൽ പീപ്പിൾസിനെ ഗോത്ര ജനതയാണ് നിർത്തിയിട്ട് 1855 ഇയർ ഓർത്ത് വെക്കണേ മക്കളെ, 1855 ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു. സിദ്ധു ആൻഡ് കാനു ഹു ലെഡ് ദിസ് റിയോട്ട് വർ കിൽഡ് ബൈ ദ ബ്രിട്ടീഷ്. അപ്പം ഇതിൽ നോക്കുക, ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത പേര് സിദ്ധു ആൻഡ് കാനു. ഓക്കെ, സിദ്ധുവും കാനും, ആ പേര് മറന്നു പോരുതേ. ഓക്കെ, സിദ്ധുവും കാനുമാണ്, ഇയർ കൂടി ഓർത്ത് വെക്കണേ. ഓക്കെ, ഓൾദോ ദ റെബല്യൻ വാസ് ബ്രൂട്ടലി സപ്രസ്. അപ്പോൾ സിദ്ധുവും കാനും ഈ ഇതിൽ കൊല്ലപ്പെടുന്നു, ബ്രിട്ടീഷുകാർ വധിക്കുന്നു. അതുപോലെ തന്നെ കലാപം ക്രൂരമായിട്ട് ബ്രൂട്ടലി സപ്രസ്ഡ് ആണ്, ക്രൂരമായിട്ട് അവരെ അടിച്ചമർത്തുന്നു. ദ സാന്താൾ റെബല്യൻ ബിക്കെയിം ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ ട്രൈബൽ റെസിസ്റ്റൻസ്. പക്ഷെങ്കിൽ ഗോത്ര ജനതയുടെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രത്തിലൊരു സുപ്രധാന അധ്യായമായിട്ട് എന്തു മാറിയിട്ടുണ്ട്? ഈ കലാപം മാറിയിട്ടുണ്ട് എന്നുകൂടി പറയാണ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് സാന്താൾ ജനതയുടെ പോരാട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പം ഇയർ ഓർത്ത് വെക്കുക, ആരാണ് നേതൃത്വം കൊടുത്തത്, ഏത് സാഹചര്യത്തിലാണ് അവർ പോരാടേണ്ടി വന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ മക്കളെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഉൽഗുലാൻ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ടുമുൾട്ട്. ഓക്കെ, നോക്കുക.
Like the Sandal rebellion, there were many other tribal riots in many parts of India. Urgulan was a tribal riot that took place in the last decade of the 19th century. It is commonly known as Munda rebellion. അപ്പോൾ നോക്കുക, നമ്മളിപ്പോൾ സന്താൽ കലാപം എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ സന്താൽ കലാപം പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്ത് ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കലാപങ്ങളിൽ ഒരു കലാപത്തിൻ്റെ പേരാണ് ഉൽഗുലാൻ. ഓക്കെ, എപ്പോഴാണ്? 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് ദ 19th century. ഓക്കെ, 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്നൊരു ഗോത്ര കലാപമാണെന്ത്? ഉൽഗുലാൻ. ഓക്കെ, ഇത് ഒരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് മുണ്ട റബല്യൺ, മുണ്ട കലാപം എന്ന പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ദ വേർഡ് ഉൽഗുലാൻ മീൻസ് ദ ഗ്രേറ്റ് അപ്രോർ ഓർ ഗ്രേറ്റ് അപ്ഹെവൽ. ഓക്കെ, അപ്പോൾ നോക്കാം, ഈ മുണ്ട എന്നുള്ള ഉൽഗുലാൻ എന്ന വേർഡ് അർത്ഥമാക്കുന്നത് ഒന്നുകിൽ എന്താണ്? വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പദമാണ് എന്ത്? ഉൽഗുലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ റെബല്യൺ വാസ് led by Birsa Munda, who sought to break British colonial rule and established Munda Kingdom, Munda Rajya, in the Munda tribal areas of the present day Jharkhand. അപ്പം ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ബിർസ മുണ്ടയാണ്. നോക്കുക, ബിർസ മുണ്ട, ആ പേര് മറന്നു പോകരുതേ. ഓക്കെ, അപ്പോൾ നോക്കുക, ദ റെബലിയൻ വാസ് ലെഡ് ബൈ ബിർസ മുണ്ട ഹു സോട്ട് ടു ബ്രേക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് മുണ്ട കിങ്ഡം. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്തിട്ട് അവിടെ എന്തുണ്ടാക്കണം? മുണ്ട രാജ് അല്ലെങ്കിൽ മുണ്ട രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആണ് ആര് ശ്രമിച്ചത്? ബിർസ മുണ്ട. ഇദ്ദേഹമാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ പേര് എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുക, ലെറ്റ്സ് എക്സാമിൻ ദ റീസൺ ഫോർ ദിസ് റെബല്യൺ. ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഏതൊക്കെയാ? ഒന്നാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ലാൻഡ് ഗ്രാബിങ്. അപ്പം ബ്രിട്ടീഷുകാരുടെ ചൂഷണം അതുപോലെ തന്നെ ഈ ഭൂമി പിടിച്ചെടുക്കലും ഒരു റീസൺ ആയിരുന്നു. സെക്കൻഡ് പോയിന്റ്, ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ബൈ മണി ലെൻഡേഴ്സ് ആൻഡ് മെർച്ചൻസ്. പണമിടപാടുകാരൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യാപാരികൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സാമ്പത്തികമായിട്ടൊക്കെ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ രണ്ട് ഭാഗത്തുനിന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിലുള്ള ചൂഷണം ഉള്ളതുകൊണ്ട് ഇതിനൊക്കെ എതിരെയാണ് ഈ കലാപവും വന്നിട്ടുള്ളത്. ഓക്കെ, ഇൻ 1899 the Munda tribe started an armed rebellion against the British. അപ്പോൾ 1899 ഈ മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ ആംഡ് റെബല്യൺ, സായുധ കലാപം നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ദർ വർ ക്ലാഷസ് വിത്ത് ദ ബ്രിട്ടീഷ് പോലീസ് അറ്റ് മെനി പ്ലേസസ് ആൻഡ് മെനി മുണ്ട ട്രൈബ്സ്മെൻ കിൽഡ് ഇൻ ദ ഫയറിംഗ് ഇൻ റാഞ്ചി. അപ്പം ബ്രിട്ടീഷ് പോലീസുകാരുമായിട്ട് പല ഭാഗങ്ങളിൽ എന്തുണ്ടായി? ഏറ്റുമുട്ടലുകളുണ്ടായി. വെടിവെപ്പിൽ ഒട്ടേറെ ഗോത്രവിഭാഗ ജനങ്ങൾ ഗോത്രവിഭാഗക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, ബിർസ മുണ്ട വാസ് ഇംപ്രിസൺഡ് ആൻഡ് ഡൈഡ് ദർ. ബിർസ മുണ്ടനെ തടവിലാക്കി, അവിടെ വെച്ചിട്ട് ബിർസ മുണ്ടയും മരണപ്പെടാണ്. റെബല്യൺ വാസ് ബ്രൂട്ടലി സപ്രസ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഈ റെബല്യനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കലാപത്തെയും വളരെ ക്രൂരമായിട്ട് തന്നെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഓക്കെ, ദെൻ കുറച്ച് റെബല്യൻ്റെ പേര് പറയാണ്. കുറിച്യ റെബല്യൺ, പഹാരിയ റെബല്യൺ, കോൾ റെബല്യൺ, ബിൽ റെബല്യൺ ആൻഡ് ഖാസി റെബല്യൺ ആർ സം ഓഫ് ദ ട്രൈബൽ റെബല്യൻസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. കുറിച്യർ കലാപം, അതുപോലെ പഹാരിയ കലാപം, കോൾ കലാപം അല്ലെങ്കിൽ കോൾ പ്രക്ഷോഭം, അതുപോലെ തന്നെ ബീൽ കലാപം, ഖാസി കലാപം. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന കുറച്ച് കലാപങ്ങളുടെ പേരും കൂടിയാണ് അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ, നമ്മൾ പോരാട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെറിയ ചെറിയ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ബാക്കി ഭാഗമായിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർ പെട്ടെന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റായി നിൽക്കട്ടോ. ഓക്കെ, ബൈ.